ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന റിക്വസ്റ്റ് വന്നിട്ടുള്ള സോയ 65-ൻ്റെതാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടിയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണെന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 100-150 ഗ്രാമിനടുത്ത് സോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് കുതിർത്തി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് വെക്കുക. ഒരു 15 മിനിറ്റിന് ശേഷമുള്ളതാണിത്. ഇനി നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 4-5 തവണയെങ്കിലും മാക്സിമം കഴുകിയെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സോയയുടെ ആ ഒരു ചെറിയൊരു മണവും കാര്യങ്ങളൊക്കെ പോയി നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുക. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിരിയൻ മുളക് അഥവാ കാശ്മീരി മുളക് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയായിട്ട് മതിയെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതായത് നമ്മൾ പുറത്തു നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സോയൊക്കെ നമ്മൾ ഫുഡ് കളറൊക്കെ ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഇതുപോലെ പിരിയൻ മുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തി ഒന്ന് ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല കളർഫുള്ളായിരിക്കും. ഇതിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നമ്മൾ ആ ഒരു മുളക് അരച്ച് ചേർത്തതിൻ്റെ ആ രുചിയും കൂടി നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോയയിലോട്ടേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നന്നായി കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ സോയക്കകത്തോട്ടേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ മുഴുവനായിട്ട് ആദ്യം ഞാൻ പിരിയൻ മുളക് അരച്ച് ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് 2 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടീസ്പൂണാണ്. അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഗരം മസാല പൗഡർ വീട്ടിൽ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഏറ്റവും നല്ലത്. 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ജീരകം അഥവാ പെരിഞ്ചീരകം ഒന്നുകിൽ ചതച്ചെടുത്തിട്ടുള്ളതോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ എടുത്ത് ചേർത്താൽ മതി. ഒത്തിരി അളവിൽ നമുക്ക് ആവശ്യമില്ല. ഇനി കറി ജീരകം അഥവാ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. അതുപോലെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള സാധാരണ മുളക് പൊടിയാണ്. അത് എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുനാരങ്ങ കൂടാതെ നമ്മൾ ഇതിലോട്ട് തൈര് കൂടി ചേർക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 2 ടീസ്പൂൺ മുഴുവനായിട്ട് എടുക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ മൈദ, ഒരു 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിരിയൻ മുളകിൻ്റെത് അരച്ചത് ചേർക്കാം. അതല്ലെങ്കിൽ എരിവാണെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ച് നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ കൂടി സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. എരിവ് കുറച്ച് കുറവായതുകൊണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എടുക്കുന്ന എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ സാധാരണ നമ്മുടെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഏതിനകത്ത് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്ത് സോസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ കഴിക്കാൻ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ശരിക്കും സ്നാക്ക് പോലെയൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ സോയ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില സമയത്ത് പറയേണ്ടത് സോയയുടെ ഒരു ചെറിയൊരു കുത്തലും കാര്യങ്ങളും അതൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. കാരണം ഇത് തൈരിലും ചെറുനാരങ്ങയിലൊക്കെ കിടന്ന് മസാലപ്പൊടികളൊക്കെ ആയിട്ട് നന്നായിട്ട് തയ്യാറാക്കി എടുത്തതാണല്ലോ. ഒട്ടും തന്നെ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ള മുഴുവനായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് സോസിലൊന്നും ഡിപ്പ് ചെയ്യാതെ അല്ലാതെ തന്നെ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഇത് ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒരു സോസ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതും ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ഒരു 2 സ്പൂൺ എണ്ണ നമ്മൾ സോയ ഫ്രൈ ചെയ്തെടുക്കാനെടുത്ത എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി.
ഇതിലോട്ട് കറി ജീരകം അഥവാ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഒന്ന് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഇതിലോട്ടേക്ക് പച്ചമുളകാണ് ആവശ്യമായിട്ടുള്ളത്. പച്ചമുളക് എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചില്ലി സോസാണ്. ചില്ലി സോസും എടുത്ത അളവെന്ന് പറഞ്ഞാൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചില്ലി സോസാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. സോസ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ സമയം ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. വെള്ളം ഒരിക്കലും കൂടുതൽ അളവിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മൾ തളിച്ചു കൊടുക്കില്ല, അതുപോലെ ഒരു വളരെ കുറഞ്ഞൊരളവിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു കളറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ പിരിയൻ മുളക് അരച്ചത് ഏകദേശം ഒരു 2 ടീസ്പൂണിനടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ പിരിയൻ മുളകിൻ്റെ ആ ഒരു ലാസ്റ്റ് ചേർക്കുന്ന ആ ഒരു ഫ്ലേവറും അതിൻ്റെ ആ ഒരു പച്ചമണക്കം മാറി നല്ലൊരു ഫ്ലേവർ വരും. അത് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ ചേഞ്ച് ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പിരിയൻ മുളകിൻ്റെ അകത്ത് കിടന്നിട്ട് എണ്ണയിലൊക്കെ മിക്സായി വരുമ്പോൾ നല്ലൊരു കളർ ചേഞ്ച് ഉണ്ടാകും. എന്നിട്ട് നമുക്കിനി ഇത് അത്യാവശ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സോയയുടെ എല്ലാ സൈഡിലോട്ടേക്കും ആ സോസ് മിക്സാകുന്ന രീതിയിൽ തവി വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒരു സ്നാക്ക് പോലെ വേണമെങ്കിൽ കഴിക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ശരിക്കും ഒരു നോൺ വെജിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ മുഴുവൻ നമ്മൾ സോസിനകത്ത് നന്നായി മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് ചേർത്ത് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ ചുമ്മാ കഴിക്കാനായിട്ട് സ്നാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ സാധാരണ സോയ കറിയും സോയ റോസ്റ്റും പല രീതിയിൽ നമ്മൾ സോയ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് തോന്നുന്ന നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സോയക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഫുഡ് കളറൊന്നും ഇല്ലാതെ അതിനേക്കാൾ നല്ല രുചിയിൽ നമുക്കിതുപോലെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.